നമസ്കാരം, ടെക് ട്രാവലിറ്റിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വയനാടിൻ്റെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട് നമ്മുടെ ഡിസ്കവർ വയനാട്ടിലെ ഹൈനസൊക്കെയും കുറച്ച് കൂട്ടുകാരും ഒക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് നമ്മുടെ ലാൻഡ്സ് ആൻഡ് റിസോർട്ടിൽ നിന്നാണ് നമ്മളിന്ന് യാത്ര തുടങ്ങുന്നത്. കിട്ടിക്ക വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ സം അൺസീൻ പ്ലേസസ് ഓഫ് വയനാട്. അപ്പോൾ നമ്മളിപ്പം റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കൽപ്പറ്റ ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ ശരിക്കും ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഊട്ടി റോഡല്ലേ ഇത് ഊട്ടി, അതായത് മേപ്പാടി നിന്ന് ഊട്ടിക്കുള്ള റോഡ് അല്ലേ? മേപ്പാടി നിന്ന് ഊട്ടിക്കുള്ള റോഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഒരു മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡാണിത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം കൽപ്പറ്റയിലാണ് പോകുന്നത്. കൽപ്പറ്റയിൽ പോയിട്ട് എന്തൊക്കെയാ പരിപാടി എന്ന് അതിനൊക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം അറിയാൻ. സർപ്രൈസ് ആണ്. ഹായ് മിസ്റ്റർ താടിക്കാരൻ, നിങ്ങളെപ്പോ പോയി? രാവിലെ റിസോർട്ടിൽ നിന്ന് കണ്ടില്ലല്ലോ. നമ്മളോട് പറയാതെ പോയില്ലേ? എന്താ പരിപാടി? കൂടുന്ന ഞാൻ നിങ്ങളെപ്പോഴും കൂടും. ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. പണിയൊക്കെ തീർത്തുവാ? തീർച്ചയായിട്ടും. ഓക്കെ. നമ്മുടെ താടിക്കാരൻ സുനീർക്ക് ആള് പുള്ളിയാട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ താടി. ആ പുള്ളിക്ക് പഠിക്കുവാ ഈ ഹൈനസൊക്കെ കണ്ടില്ലേ താടി വളർത്തിയിട്ട്. ഉപ്പോളം വരുമ്പോ ഉപ്പിലിട്ടത് നമുക്ക് അറിയാം. കുറച്ച് ആള് കഴിഞ്ഞിട്ട് അറിയാം. ഒരു 3 മാസമായില്ലേ? മോർ ദാൻ 3 months ആയി. നോമ്പിന്റെ സമയത്ത് തുടങ്ങിയതാ പുള്ളി. നമുക്ക് എന്തായാലും ഒരു 3 മാസം കഴിയുമ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കൽപ്പറ്റ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കൽപ്പറ്റ ടൗണിൽ തന്നെ നമുക്ക് കുറച്ച് നാടൻ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം അല്ലേ? ഒരു യാത്ര തുടങ്ങാം. എന്തായാലും നാടൻ ഭക്ഷണം കുറേ ദിവസമായിട്ട് യാത്രകളായിരുന്നു. അപ്പോൾ നാടൻ ഭക്ഷണം കഴിക്കാൻ തോന്നി. എന്തായാലും നാടൻ ഭക്ഷണം കഴിക്കാം. ക്ലേ പോട്ട് എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു ഹോട്ടലാണ്. നമുക്ക് ഇവിടുന്ന് കയറി ഭക്ഷണം കഴിച്ചിട്ട് കൊള്ളാല്ലേ സ്ഥലം? ബാക്കിൽ ഇത് മണ്ണാണോ? കളിമണ്ണിൽ പെയിന്റ് അടിച്ച് വെച്ചേക്കല്ലേ? കൊള്ളാം. നീ കഴിച്ചോ? ലീവാ കൂട്. നല്ല സാമ്പാറും മീൻകറിയും ഒക്കെ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. കൊള്ളാലോ. ഇതെന്താ കഞ്ഞിയോ? എന്താ സംഭവം? കഞ്ഞിയുണ്ട്, കഞ്ഞി കപ്പ. കഞ്ഞിയും കിട്ടും ഉണ്ടോ? എന്താ കഞ്ഞിയുടെ കൂടെയുള്ള സൈഡ് സംഭവങ്ങളും. കപ്പയൊക്കെ കിട്ടും അല്ലേ? ഓക്കെ. തീർന്നു പോയതാ അല്ലേ? സാരമില്ല. അപ്പോൾ നമുക്ക് മത്തി, കുറേ നാളായി മത്തി കഴിച്ചിട്ട്. എന്തായാലും മത്തി കഴിക്കും. നല്ല ചൂട് മത്തിയുണ്ട്. ഇങ്ങനെയുണ്ട്. ഈ ലൊക്കേഷൻ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് കൽപ്പറ്റ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അമ്പിലേരി എന്ന് പറയും. അമ്പിലേരി കൽപ്പറ്റ നിന്ന് ജസ്റ്റ് ഒരു നിയർ അബൌട്ട് 1 kilometer ആണല്ലേ? ഓക്കെ. നമ്മളെ ബാംഗ്ലൂർ റോഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം. ഇതിൻ്റെ പേര് ക്ലേ പോട്ട്. അതെ. ഓക്കെ. അപ്പോൾ 2 ഊണും മത്തി ഫ്രൈയും 130 രൂപയ്ക്കാണ് നമ്മൾ കഴിച്ചത്. ദാറ്റ്സ് അഫോർഡബിൾ. അപ്പോൾ നമ്മൾ കൽപ്പറ്റ ഭക്ഷണമെല്ലാം കഴിച്ച് ഇത് നമ്മുടെ 2 ഫ്രണ്ട്സ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈനസൊക്കെ പരിചയപ്പെടുത്തും. പറഞ്ഞോളൂ. നൗഷാദ് ഇമേജ് മൊബൈൽസ്. നമ്മൾ ഇനി അടുത്ത ഡ്രൈവിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതലുള്ള. യെസ്. ഹായ് മുഹമ്മദ്. അപ്പോൾ ഇവരാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് അല്ലേ? ഇമേജ് മൊബൈൽസിന്റെ പാർട്ട്നേഴ്സ് ആണ് ഇവര്. അപ്പോൾ നമ്മളോടൊപ്പം ഇവർ ചേരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വണ്ടർ കേവ്സ് എന്ന് പറഞ്ഞാൽ ഉറവെന്ന് തന്നെ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഉറവിലാണ്. ഉറവെന്ന് തന്നെ കുറഞ്ഞൊരു ദൂരം. എത്ര ദൂരം വന്നപ്പോൾ നമുക്ക് 2.5 kilometer ദൂരത്തിൽ മാറിയിട്ടുള്ള വണ്ടർ കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. ഇതിൽ തന്നെ ഏകദേശം 5 acreോളം വരുന്ന സ്ഥലമാണുള്ളത്. അതിൽ തന്നെ മോർ ദാൻ 300 കേവ്സ്, 100ഓളം ഗുഹകൾ ഇവിടെ ഉണ്ട്. നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഗുഹകൾ നാച്ചുറൽ കേവ്സ് നമുക്ക് കണ്ടിട്ട് വരാം.
എബ്രഹാം ചേട്ടൻ നമ്മുടെ പാർട്ട്ണറാണ്. എക്സ്പ്ലോർ വയനാട് വണ്ടർ കേവ്സ് ഇവിടെ ഇനി മുതൽ നല്ലൊരു സെറ്റപ്പിൽ സ്റ്റാർട്ട് ആവാൻ പോവാണ് അതിന്റെ. ഓക്കെ, അപ്പം വെൽക്കം എബ്രഹാം ചേട്ടൻ. ചേട്ടൻ ശരിക്കും ഇവിടെ തന്നെയായിരുന്നു, വയനാട് തന്നെയാണോ? ഇവിടെ ഉള്ളത് മുഴുവൻ നാച്ചുറൽ കേവ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വ്യൂസ്, കരിങ്കുരങ്ങ്, മലയണ്ണാൻ എന്ന് പറയാ, സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാത്തരം പക്ഷികൾ 365 ദിവസവും പിന്നെ ബട്ടർഫ്ലൈസ് കൂടി ഉണ്ട്. അത് ശരി. പിന്നെ ഒത്തിരി അത്യപൂർവ എവിടെയില്ല ജീവജാലങ്ങൾ, പിന്നെ മരുന്ന് ഒക്കെ ഉണ്ട്, മരുന്ന് ആയുർവേദ ചെടികളൊക്കെ അത്യപൂർവം. നമുക്കൊന്ന് പോയി കണ്ടാലോ? ഓക്കെ. അപ്പൊ ഇതിൽ നമ്മള് പ്രധാനമായിട്ടുള്ള കാര്യം പറഞ്ഞു, ഇവിടുത്തെ കാഴ്ചയുടെ ആദ്യത്തെ കാഴ്ച ആ റോക്കിലേക്ക് നോക്കിയാൽ അവിടെ ഒരു കട്ടിങ് ഉണ്ട്, അതിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക താഴേക്ക്, ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാന ഇങ്ങനെ നിൽക്കുന്ന ഒരു ആന അത് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതിന്റെ മുഖം? ഓക്കെ. മസ്തകം, തുമ്പിക്കൈ, അതിന്റെ ഒരു ഭാഗം, സൈഡിലേക്ക് ചെവികളുണ്ട്, കണ്ണിന്റെ 2 ഡോട്ടുണ്ട്. ഒരു ഡോട്ട് മഴയായപ്പോൾ മാഞ്ഞു പോയതാണ്, ഇപ്പൊ ക്ലിയർ ആവും. പിന്നെ ഉള്ളൊരു സംഭവം പറയുന്നത് ദിനോസറിന്റെ തല വെട്ടി വെച്ചതുപോലത്തെ റോക്ക്, അത് ആ സൈഡിലുള്ള റോക്ക്. കണ്ണുണ്ട്, വായുണ്ട് അവിടെ സൈഡിൽ. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമല്ല. നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോവാണ്. ഓക്കെ. മൊത്തം പ്രോപ്പർട്ടിയിലും ഈ ഒരു ഫീലാണ്. അപ്പൊ ഇവിടെ ഉള്ള ഓരോ കഷ്ടങ്ങൾക്ക് ചേട്ടൻ ഓരോ പേരിട്ടിട്ടുണ്ട്. നമ്മുടെ എഗ് റോക്ക്, മുട്ടയുടെ ഷേപ്പിലുള്ള ഒരു പാറ. ഇതെന്താ? ബ്രെഡ് റോക്ക്. ബ്രെഡ് സ്ലൈസ് പോലെയുള്ള ഒരു സാധനം. അതാ മീൻ, അതാ കാണുന്ന പാറ. മീനോ? മീനതാ. അത് ശരി. നൈസ്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അങ്ങോട്ട് പോകണം. അത് നമ്മൾ കേവിലേക്ക് പോയാലോ? കേവിലേക്ക് പോവാം. കേവിലേക്ക് പോലെ. ഞാൻ ഷൂ ഇട്ടിട്ടില്ല. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാല് ഈ പാറകളൊക്കെ എവിടെ നിന്നോ ഉരുണ്ട് വന്ന് വീണ് ഇവിടെ കിടക്കുന്ന പോലെ ഒരു ഫീലാണല്ലേ? ഇതാണോ കേവ്? കേവ് അതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേവിന്റെ ഉള്ളിൽ നിന്നും ഏത് സമയവും ഹൈ പവറിലുള്ള തണുത്ത കാറ്റ് അല്ലെങ്കിൽ ഒരു AC ഒരു ക്ലൈമറ്റ്, ഒരു ഫീൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ശരി. ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ എന്താ ഫീൽ ചെയ്യും? ഇവിടെ ഒന്ന് നോക്കണം. കാരണം അതിൽ നിന്ന് ഏതാണ്ട് ഒരു 10-15-20 അടി ഡിസ്റ്റൻസ് ഇല്ലേ, അവിടെ ഒന്ന് നോക്കിയാൽ അറിയാം. കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള തണുത്ത കാറ്റിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ തണുപ്പിക്കുകയാണ്. അതാണ് വണ്ടർ കേവ്സ് നമ്മൾ പേര് കൊടുക്കാൻ കാരണമായ കാര്യം. നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ശരിക്കും തണുത്ത കാറ്റിനെ കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഇതിനുള്ളിലുള്ള കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽ പോയിട്ട് വരാം. നമ്മളിത് നമ്മുടെ കേവ്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഞാനിവിടെ എടക്കൽ കേവ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ കേവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2-3 നിലകളായിട്ടുള്ള കേവാണത്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ സ്ട്രീം ഒഴുകുന്നുണ്ട്, ശബ്ദം കേൾക്കാം. ഏകദേശം ഒരു ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആ സ്പേസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ മനസ്സിലാവും. ഇതിനടിയിൽ കൂടെ ഒരു കേവ് ഉണ്ട്, ഉള്ളിലേക്ക് ഒരു കേവിലേക്കുള്ള വഴിയാണത് ആ കാണുന്നത്. ശരി, ആ കാണുന്നത്. പിന്നെ ഇത് ഉണ്ടോ? ഓക്കെ. അതിന്റെ ഉള്ളിലേക്ക് കടന്നു പോവാം. അതിന്റെ ഉള്ളിൽ കൂടി കടന്നു പോവാം. അല്ല, അത് പിന്നെ നമ്മളിതാ കേവ് നല്ലൊരു 10 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഏരിയ ഉള്ള കേവാണ്. അതിന്റെ ഉള്ളിലേക്കുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. കാണുന്നത് അതിന്റെ ഉള്ളിൽ കള്ളിപ്പിടിച്ച് കയറി പോകുന്നു. അതിന്റെ ഔട്ട് സൈഡിൽ കൂടെയാണ് അതിലേക്കുള്ള പാസേജ്, ഇതിന്റെ ഉള്ളിൽ കൂടെ അല്ല. അതിനകത്തൂടോ? അതിനകത്തൂടെ ഇങ്ങനെ പോവാം. ഏത് ഗസ്റ്റ് വന്നാലും ഗൈഡ് ആയിരിക്കും ഫ്രണ്ടിൽ പോവുക, അതിനുശേഷമായിരിക്കും ഓരോ ഗസ്റ്റിനെ കൊണ്ടുപോവുക. വളരെ ഏറെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോവുക. അത് മാത്രമല്ല യാതൊരുവിധ പ്രതികൂലങ്ങളും ഇതുവരെ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടില്ല, കാണാനിടയായിട്ടില്ല. ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ നമ്മളിത് ഈ കേവിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാണ് അടുത്ത കാഴ്ചയിൽ. നമ്മളിത് കയറുവാണോ? ഈ കേവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഓക്കെ. കാര്യമായിട്ട് ആ ഫ്ലോ നല്ല ശബ്ദം അല്ലേ? ഓ, ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഓ, ഇതിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ,
ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആ പാറയുടെ ആ ലെങ്ത് നോക്കുക, ആ ലെങ്ത് നോക്കുക. ഏകദേശം 120 അടി നീളമുണ്ട്. അങ്ങോട്ട് 120 അടിയോളം നീളമുണ്ട്. 40 അടിയോളം വീതിയുണ്ട്. ഇത് ഒറ്റ റോക്കാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്റ്റെപ്പ് നമ്മൾ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പോവാണ് ഇതിന്റെ ഉള്ളിൽ. പിന്നെ ഇതിന്റെ ഇൻസൈഡിൽ ഒരു ഹിഡൻ കേവ് ഉണ്ട്. നമ്മുടെ സർപ്പിക്കുൾ ഇതിനകത്ത് ഹിഡൻ കേവ് മുകളിലല്ലേ? ഓ കൊള്ളാലോ. അത് കിടക്കി. എന്തല്ലേ സാധനം? നല്ല നാച്ചുറൽ ആണ്, അതാണ് അതിന്റെ തണുപ്പ്. അടിയിലൂടെ വെള്ളം പോകുന്നുണ്ട്. കൊള്ളാം സംഭവം. അത് കേവ്സ് കൊള്ളാം. നമ്മള് ഈ ശരിക്കും ഇടയ്ക്കൽ കേവ്സ് ഒന്നും അല്ലല്ലോ അങ്ങനെയാണല്ലോ. അവിടെ ആ ഒരു കൊത്തുപണികളും ആ ഒരു ഓൾഡ് ഏജിലെ പഴയ കാലത്തെ സംഭവങ്ങളേ ഉള്ളൂ. പക്ഷെ ആ ഒരു സംഭവങ്ങൾ കാണാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കിടക്കനാട്ടോ. കൊള്ളാം. ആ കേവിന്റെ മുകൾ ഭാഗത്ത് അങ്ങോട്ട് പോകണോ? ഹൈനസ് പോകണോ? ഇത് അവിടെ വരെ ഈ കേവിന്റെ ഭാഗമാണ് ആ കാണുന്നത്. അപ്പോൾ ഈ കണ്ട പാറക്കെട്ടുകൾക്ക് താഴെയാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത്. ശരിക്കും ഒരു വണ്ടർ കേവ്സ് എന്നൊക്കെ തന്നെ പറയാം. വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു. ശരിക്കും ഈ പാറയുടെ വലിപ്പം ഇപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈനസിക്ക് തന്നെ നോക്കിയാൽ മതി. ഹൈനസിക്ക കണ്ടില്ലേ? അയ്യോ കയറി വരുമ്പോൾ തന്നെ പിടിച്ചടക്കാനായിട്ട് വടിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കൊള്ളാം. എബ്രഹാം ചേട്ടനാണ്. കൊള്ളാമല്ലോ. ചേട്ടൻ ഈ എല്ലാ കേവലും പോയിട്ടുണ്ടോ ഇവിടെ? ഞാൻ ഏതാണ്ട് പിന്നെ എക്സ്പ്ലോർ ചെയ്ത കേവുകളിൽ പോയിട്ടുണ്ട്. ഇനിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു 40 എബോവ് ഏരിയ കേവുകളുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ക്യാമ്പിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ അഡ്വഞ്ചർ കേവ്സ് എക്സ്പ്ലോർ ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹൈനസിക്കനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കയറാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കയറൊക്കെ കെട്ടി ഇതേപോലെ സംഭവങ്ങളൊക്കെ പിടിച്ച്. ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഷൂ ഇട്ടിട്ട് വരണം. ഞാൻ ചെരുപ്പിട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നതല്ല ആക്ച്വലി, വേറൊരു സ്ഥലത്ത് നമ്മുടെ ഉറവ് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം അവിചാരിതമായി ഇവിടെ കയറിയതാണ്. ചെരുപ്പ് ഒരു താഴെ വെച്ച് ഇപ്പം നഗ്നപാതനായിട്ട് നടക്കാം. ഇവിടെ വരുന്നവർ കരുതേണ്ടത് ഒന്നാമത് ഒരു ട്രാക്ക് സ്യൂട്ട് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ലൂസ് ആയിട്ടുള്ള ഇതേപോലെ 3/4 അല്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രാക്ക് പാൻസോ മറ്റോ ഒക്കെ. അതുപോലെ തന്നെ ഷൂ അതിനുള്ള ഒരു ഗ്രിപ്പ് ഉള്ള ഒരു ട്രക്കിംഗ് ഷൂ ആണെങ്കിൽ നന്നായിരിക്കും. എത്ര രൂപയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? ഈ ഒരു ഇങ്ങനെയുള്ള സൈറ്റ് കാണാനുള്ള 500 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പെർ ഹെഡ് 500 രൂപയ്ക്ക് നിങ്ങൾ വന്ന് കണ്ടിട്ട് പോകാം. പരിപാടികളൊക്കെ എക്സ്പ്ലോറിംഗ് ആണെങ്കിൽ 1000 റുപ്പീസിലേക്ക് മാറും. അതായത് വിത്ത് ഗൈഡ്. എല്ലാം വിത്ത് ഗൈഡിലാണ് എടുത്തില്ല. മാത്രമല്ല ഇത് ഒരാളുടെ കാര്യമാണ്, ഒരു ഗ്രൂപ്പിന്റെ കാര്യമാണ്. ഗ്രൂപ്പ് ഓഫ് ഒരു മിനിമം 10 പേരെങ്കിലും 10 പേര് വേണം. അതിൽ കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റേറ്റിൽ വേരിയേഷൻ വരും. കാരണം ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാള് പിന്നെ ഒരു ഗൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസത്തെ അധ്വാനം. ശരിക്കും 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് തീരുന്നതാണ്. ചിലപ്പോൾ 7 മണിക്കൂർ കൊണ്ടും ആളുകൾ തിരിച്ചിറങ്ങിയില്ല. ഓ അത് ശരിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഇന്ന്. ബിക്കോസ് നമ്മൾ ഓൾറെഡി 5 മണിക്കാണ് വന്നത്. അത് മാത്രമല്ല ഞാനിപ്പോൾ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചാൽ പിന്നെ നിങ്ങളിവിടെ വരണ്ടതല്ലേ അല്ലേ? അപ്പോൾ വന്ന് കണ്ട് ആസ്വദിക്കുക. പോക്കറ്റിലിട്ട് കുലിഞ്ഞു നോക്കിയാൽ പോയി. ഇത് അവിടെ എടക്കൽ കേവ്സിലൊക്കെ കാണുന്ന പോലെയുള്ള കട്ടിംഗ് റോക്ക്. അതേപോലെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് മുകളിൽ നിന്ന് താഴേക്കാണ്. താഴേക്കിതാ വലിയൊരു താഴ്ചയിലേക്കാണ് പോകുന്നത്. മലയാളി റേഞ്ച് ഉണ്ടോ? 4G ഉണ്ടോ? 4G നെറ്റ്വർക്കും ഉണ്ടല്ലേ? അങ്ങനെ കയറി നമ്മളെവിടെ എത്തിയിരിക്കുകയാണ്. അടിപൊളി. കണ്ടില്ലേ, നഗ്നപാതനായിട്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ ചെരുപ്പ് അവിടെ ഊരിയിട്ടു. ഇവിടെ എന്താ സംഭവം? ഫോഗ് ഫോമിങ് കേവ്, സ്റ്റെയർ AC കേവ്. അതുകൂടാതെ ഒരു ചേട്ടനെ സമ്മതിച്ചിരിക്കുന്നത് പേരുകളൊക്കെ കേട്ടിരിക്കുന്നത് അല്ലേ? പേരാലെന്ന് പറഞ്ഞൊരു മരം, വലിയൊരു മരം. അത് പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. മണ്ണോ വെള്ളമോ ഈ പ്രദേശത്തില്ല. കാഴ്ചയിലാണ്. ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് പോയി കാണാം. ഇതമ്മോ ഇതെന്തത്? മുള്ളൊന്നും ഇല്ലല്ലോ. അതിസാഹസികമായി വണ്ടർ കേവ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നു. വീഴരുത്. ശ്വേത നീ വരാൻ നന്നായിട്ടോ, ഉള്ള കാര്യം പറയാം. അടിപൊളി. ഇതെങ്ങനെ പോകുന്നേ? എന്റെ പൊല്ലേ,
തകർത്ത് നല്ല സുഖം കേറാൻ നല്ല സുഖം. പക്ഷേ ഈ കയറ്റം കേറുമ്പോ ഒക്കെ ഉള്ളൊരു ചിന്ത എന്താണെന്നറിയോ? ഇതൊക്കെ തിരിച്ചിറങ്ങണമല്ലോ. അടിപൊളി. ഇങ്ങോട്ടാ ഇതേ ചവിട്ടല്ലോ. ഓക്കെ ഓക്കെ. ഓ ഇതെന്താ സംഭവം? പേരാണ് ഇഞ്ച. എന്ന് പറയുന്നത് നമ്മുടെ പഴയകാല ആയുർവേദ മരുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഞ്ച എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. അതാണ് ഇത്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കാണാൻ കിട്ടില്ല, അതുകൊണ്ട് പറയണേൽ അത് കവർ ചെയ്തു. ഓക്കെ. വാവ്. ഇഞ്ച ഇതല്ലേ നമ്മളെ മറ്റേ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഓ അത് ഈ സാധനമല്ലേ? അതല്ല, ഇതല്ല, ഇതിന്റെ തൊലിയാണ്. ഇതിന്റെ തൊലിയാണോ എടുക്കുന്നത്? ഇതിന്റെ തൊലിയാണ്, വേരല്ല. വേരല്ല. ഓ അത് ശരി. ഇഞ്ച തോല് എടുത്ത് ചതച്ചിട്ടാണ് സോഫ്റ്റായ ഈ സ്പോഞ്ച് പോലെ ആക്കും. ഇതെന്താ ഇത്? പാറയുടെ മേളില് ഇതാണ് ഞാൻ പറഞ്ഞത് പേരാൽ. എന്റെ പൊന്നെ. പേരാലിന്റെ ഒരു 300 അടി ഹൈറ്റ് ഉള്ള ഒരു മരമാണ്. ആഹാ. ഏകദേശം ഒരു ചോട്ടിൽ നിന്ന് 5 മരമുണ്ട്. 1 2 3 4 5 മരം ഒരു ചോട്ടിൽ. ഇതെന്താ എവിടെ വലിഞ്ഞു കയറുന്നേണ്ട? 400 അടിയിൽ താഴ്ചയിലാണ് ഉള്ളത്, വെള്ളവും മണ്ണും ഉള്ളത്. ഈ മരം അത്രയും താഴ്ചയിൽ പോയിട്ടാണ് അതിനാവശ്യമായ വെള്ളം, മണ്ണും അതിന് എല്ലാ വേണ്ട പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ മണ്ണിൽ പോകണ്ടേ? അതെ, അതിന്റെ അടിയിൽ പോയിട്ടാണ്. ഇതെല്ലാം പാറക്കെട്ടാണ് ഫുള്ള്. ഇതിനുള്ളിൽ അടിയിലൊക്കെ ഉള്ള എക്സ്പ്ലോറിംഗ് കേവ്സ് ആണ് ഇതിന്റെ താഴേക്കുള്ളത്. ഇത് നമ്മുടെ ഈ റോക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, റോക്കില് വേനൽ കാലങ്ങൾ വരുമ്പോൾ സാധാരണ റോക്കിലുള്ള പിന്നെ ചെടികളൊക്കെ നശിച്ചു പോകും. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ റോക്ക് വെജിറ്റേഷൻ്റെ ഒരു അത്ഭുതം നമ്മളിവിടെ നേരിട്ട് കാണാൻ പോവാണ്. ഇതിലുള്ള കിഴങ്ങുകളിൽ എല്ലാ ചെടികളും ഭക്ഷണം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ആവശ്യമായത്. കിഴങ്ങുകൾ ആ കാണുന്നതൊക്കെ കിഴങ്ങുകളാണ്. ശരി. ഇതിനുള്ളിൽ ഭക്ഷണം ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കിഴങ്ങുകളാണ്. ഇതിന്റെയൊക്കെ കിഴങ്ങുകളിൽ ഭക്ഷണം ശേഖരിച്ച് അതാ കാണുന്നത്. അവിടെ അതിന്റെ ഉള്ളില് അത് അവിടെ കാണുന്നതാ. അവിടെയൊക്കെ ഇവിടെ അല്ലേ? ഈ എല്ലാ സ്ഥലങ്ങളും കരിഞ്ഞു പോയാൽ ഈ റോക്കിന്റെ മുകളിലുള്ള ഒരു ചെടി പോലും നശിച്ചു പോകില്ല. അതിന്റെ കാരണം ഇതിന് ഒരു വർഷത്തേക്ക് ആവശ്യമായ ഭക്ഷണം അഡ്വാൻസ് ആയിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേ ഇത് തൽക്കാലത്ത് ഇത് മാറ്റാൻ ഇരിക്കുന്നതാണ്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് ചവിട്ടിയിട്ട് കൊണ്ട് കയറിപ്പോയി. അത്രമാത്രം. നമ്മുടെ എക്സ്പ്ലോറിംഗ് സൈറ്റ് 3യിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ? അതിസാഹസികമായി പോയിരിക്കുകയാണ്. സൂപ്പർ. എന്ത് തണുപ്പല്ലേ. ശരിക്കും ഇവിടെ നമുക്ക് ക്യാമറയിൽ അത് പതിയുന്നില്ല, പക്ഷേ നമുക്ക് താഴേന്ന് ഫോഗ് ഫോം ചെയ്ത് വരുന്നത് പോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം ഇത് നല്ല ഡീപ്പല്ലേ. ചേട്ടാ വെട്ടം. അതെ ഇവിടെ വരുന്നുണ്ട്. വാ, ഈ ലൈറ്റിന്റെ വെട്ടത്ത് കയറുന്നുണ്ടോ? വാ, ഫോഗ് ഫോം ചെയ്യാൻ പവർ കുറവാണ്, വളരെ കുറവാണ്. ബട്ട് നന്നായിട്ട് കാണാം. ഇത് ഇങ്ങോട്ടേക്ക് ലൈറ്റ് അടിച്ചാൽ ആ താഴ്ചയിലേക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. ഓ ശരിക്കും വേണമെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു 10 സ്റ്റെയർ കേവ് എന്ന് പറയുന്നത് ഒരു മോഡലായിട്ട് പറയാണ്. ഇതൊരു സ്റ്റെയർ, ഇതൊരു സെക്കൻഡ് സ്റ്റെയർ, ഇത് തേർഡ് സ്റ്റെയർ. ഇതിനുള്ളിൽ ഇതുണ്ടോ ഈ ലെവലില് തേർഡ് സ്റ്റെയർ, പിന്നെ ഇത് 4th സ്റ്റെയർ ഇവിടെ, 5th സ്റ്റെയർ ഇതിനടിയിൽ, 6th 7th അങ്ങനെ 8th ഇങ്ങനെ 9th എന്ന് പറഞ്ഞ താഴേക്ക് ഇത് അങ്ങോട്ട് കണ്ടോ, നോക്കൂ അവിടെ കണ്ടോ ജമ്പ്. പിന്നെ വേറെ പ്രത്യേകത, ഈ റോക്കിന് നല്ല ഗ്രിപ്പുള്ള റോക്കാണ്. അതുകൊണ്ട് ഗ്രിപ്പ്, നല്ല ഗ്രിപ്പുണ്ട്. എവിടെ വേണമെങ്കിലും കയറാം. ഏത് മഴ കഴിയുന്ന സമയത്ത് പോലും വ്യൂ പോയിന്റ് കയറാം. മഴ കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ. ഇതിപ്പോ നമ്മള് കണ്ടില്ലേ, കംപ്ലീറ്റ് എല്ലായിടത്തും പാറകളാണ്. കേട്ടോ, ഫുള്ള് പാറകളുടെ നടുവിൽ. ആഹാ, എവിടെ നോക്കിയാലും സെറ്റപ്പ്. സൂപ്പർ. എക്സ്പ്ലോറിംഗ് ദ അൺസീൻ പ്ലേസസ് ഓഫ് വയനാട് അല്ലേ ഹൈനസക്ക? ഡിസ്കവറിംഗ് വയനാട്, അതാണ് ഡിസ്കവർ വയനാട്. കണ്ടോ, ഡിസ്കവർ വയനാടിനെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വയനാട്ടിലെ പുതിയ പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ ഡിസ്കവർ ചെയ്ത് കാണാം. ഒരു കപ്പലിൻ്റെ ഷേപ്പിൽ കണ്ടില്ലേ, ആ ഒരു ഷേപ്പ് കേട്ടോ, കപ്പൽ വെള്ളത്തിനടിയിൽ എങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിൽ, അതിൻ്റെ ഫ്രണ്ട് ഷേപ്പിൽ നിൽക്കുന്ന ഒരു പാറ. ചപ്പൽ റോക്ക്, നമ്മുടെ ചപ്പൽ റോക്ക് ഇതാ കാണുന്നത്. ചെരുപ്പിന്റെ ഷേപ്പാ. എബ്രഹാം ചേട്ടൻ നാല് പുലിയാട്ടാ, കൊള്ളാല. ചേട്ടനെ സമ്മതിക്കണം. വാവ്, ഇതെന്ത് ഇത് നമ്മുടെ ഇതില് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയയുള്ള എക്സ്പ്ലോറിംഗ് സൈറ്റിലേക്ക് 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള കേവിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഇത് നമ്മൾ നോർമലായിട്ട് ഈ സാധാരണ സൈറ്റ് സീയിങ്ങിൽ പെടുത്തിയിട്ടില്ല. ഓക്കെ, ഒള്ളി എക്സ്പ്ലോറിംഗ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ തൽക്കാലം
അടുത്ത മാസം മുതൽ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. അത് ശരി. അതും എക്സ്പ്ലോറേഴ്സിന് വേണ്ടി മാത്രം. എൻ്റെ അതിന് മേലെ കരങ്കരയുണ്ട്. ഇതുള്ളല്ല നമ്മൾ ഈ കാണുന്ന വഴി മൊത്തം നടന്ന് മേളിൽ കയറി വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ ഇവിടെ ഒരു ക്യാമ്പ് ഫയറിനുള്ളൊരു സെറ്റപ്പ്. അടിപൊളി കൊള്ളാം അല്ലേ? ടെന്റ് അടിക്കാല്ലേ? ടെന്റ് അടിക്കാം അല്ലേ? വാവ്, ഇവിടെ ടെന്റ് അടിക്കാം, ഇവിടെ ക്യാമ്പ് ഫയർ നടത്താം. അടിപൊളി. ഇരിക്കാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സ്റ്റേജ്, നാച്ചുറൽ സ്റ്റേജ്. നമ്മൾ മുകളിലേക്ക് കയറി പോവാണ്, വീണ്ടും ഒരു കേവ്സിനുള്ളിലേക്ക്. ഇതിനിടയിൽ കയറി പോകാനായിട്ട് വളരെ മനോഹരമായിട്ട് കയർ പിടിച്ച് കയറി പോകാം. കയറുണ്ട് കേട്ടോ. ആഹാ, വണ്ടർഫുൾ. അതാണ് വണ്ടർ കേവ്സ്. വാവ്, ഇവിടെ കയറി പോണേ. മൈ ഗോഡ്, കേട്ടോ ഇപ്പോഴാണ് ഈ സംഭവത്തിന്. ഇതെന്തത് കിടുക്കി? ഇത് ബെഡ്റൂമാ? ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. ഇതിപ്പോ ടെന്റ് ക്യാമ്പിങ്ങും അതുപോലെ തന്നെ കേവ് ക്യാമ്പിംഗ് സംഭവം ഇവിടെ നടത്തും. കേവ് ക്യാമ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ ഏരിയ ഫുള്ളായിട്ട് ആളുകൾ കിടക്കും. മുകളിലെ റോക്ക് നോക്കുന്നത് തകർത്ത്. പിന്നെ ഇതിന്റെ ഈ കേവിന്റെ ഒരു ഭാഗം ഇങ്ങോട്ടുണ്ട് സാർ. ഇനിയുണ്ടോ? ഈ കേവിന്റെ ഒരു ഭാഗമാണത്. ഓ, തകർത്ത്. അത് നല്ല ഭംഗിയുണ്ട് അതിന്റെ ഷേപ്പ്. അവിടെ ഈ പാറയുടെ നോക്ക്, ഡിസൈൻ നോക്കി. അതെ, അപ്പോൾ എന്തായാലും കൊള്ളാം. ഒരു കാര്യം മനസ്സിലാക്കാം, ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൽ അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് ടേംസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാം. വേണ്ട രീതിയിൽ അനുമാനിക്കാം. യെസ്. പിന്നെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അവിടെ കണ്ടില്ലേ, നമ്മൾ ആ ഗുഹയിൽ പോയില്ലേ, അവിടെ താമസിക്കാം. ടെൻറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരും. പിന്നെ ക്യാമ്പ് ഫയർ പരിപാടികൾ. എത്ര റേറ്റൊക്കെ? റേറ്റൊക്കെ ഇതേപോലെ ഗ്രൂപ്പിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് പാക്കേജുകളാണ്. അപ്പം നമ്പർ ഡിസ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴെ ഇറങ്ങി പോകണം. അപ്പോൾ അതേ നല്ല അടിപൊളി സ്ഥലങ്ങളും മറ്റുമൊക്കെ കാണിച്ചു തന്നത് നമ്മുടെ എബ്രാഹിം ചേട്ടൻ രാത്രിയായി തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇനി ഞങ്ങൾ വരും നമുക്ക് മേളില് കേവിൽ താമസിക്കാൻ. ഓക്കെ അല്ലേ? മുകളിലേക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഉരവ് പോകാൻ പറ്റിയില്ല. ഉരവിന് പകരമായിട്ട് വളരെ വ്യത്യസ്തമായ കുറച്ച് മറ്റനേകം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ നിർത്താല്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഡിസ്കവർ വയനാടിനൊപ്പം. ബൈ.